ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളവാവ വ്ളോഗ്സ്. അപ്പോൾ ഇത് 6 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ഞങ്ങളുടെ ആറാട്ട് ഉത്സവം ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. ഫസ്റ്റ് മുതൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പേര് കേട്ട അമ്പലമാണ് കേട്ടോ, പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഭഗവതി ഉണ്ട്, പിന്നെ കൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട്, പിന്നെ പുറത്ത് ശിവൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പഴയന്നൂരത്തെ ഏറ്റവും വലിയ അമ്പലം ഇത് തന്നെയാണ്. ഒരുപാട് കോഴിയമ്പലം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കോഴികളെ കൊണ്ടുവന്ന് പറപ്പിക്കുന്ന ഒരു വഴിപാടാണ് കേട്ടോ അവിടുത്തെ മെയിനായിട്ടുള്ള വഴിപാട്. നല്ലൊരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. ഇപ്പോൾ ആറാട്ടിന് ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഞങ്ങൾ ആറാട്ടുകുളി കാണാനൊന്നും നിന്നില്ല കേട്ടോ, കാരണം ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ മാളുമാവിയും കൂടി ആനയുടെ അടുത്തേക്ക് പോണതാണ് കേട്ടോ. ആന അവിടെ രണ്ടോ മൂന്നോ ആന ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ 2 ആനേനെ അവിടെ കണ്ടുള്ളൂ. അപ്പോൾ ആന ഭയങ്കര കണ്ടോ, തിരക്ക് കണ്ടില്ലേ. ഉള്ളിൽ കയറിയിട്ട് ഞങ്ങളൊന്ന് തൊഴാൻ വേണ്ടി കയറിയതാണ്, പക്ഷേ നല്ല തിരക്ക്, കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഫുഡ് കയറി തൊഴുത് കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ട് കേട്ടോ അവിടെ. അമ്പലത്തിലെ പ്രസാദമുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ ഓരോ സംഘടനകൾ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആറാട്ടുകുളി കഴിഞ്ഞ് വരുന്നവർക്ക്, ദാഹിച്ച് വരുന്നവർക്ക് വെള്ളം, മോരും വെള്ളം, പിന്നെ തണ്ണിമത്തൻ, നാരങ്ങ വെള്ളം, അങ്ങനെ ഒരുപാട് വെള്ളങ്ങൾ ഈ യൂണിയൻകാരുടെ വക, പിന്നെ അനിയത്തിയുടെ അവരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടും അങ്ങനെ നല്ല തിരക്ക് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളവ വ്ളോഗ്സ്. ഇൻട്രോ എടുക്കണത് ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, പൂഴിയിട്ട ഉതിരില്ല എന്ന് പറയുന്നത് കേട്ടില്ല, എന്ന പോലെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്. വെയിൽ കൊണ്ടിട്ട് തലയൊക്കെ പൊട്ടി പൊളിയണ വേദനയാണ് കേട്ടോ. സമയം നല്ല തിരക്കാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കൂട്ടോ അവിടെ നിന്ന്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഫുഡ് എന്ന് പറയാൻ നല്ല ചൂടുള്ള ചോറും ഉപ്പേരിയും മാങ്ങാക്കായും എല്ലാം കൂട്ടിയ ചോറൊക്കെ, പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഒരാൾ തലകറങ്ങി വീണു, പാവം. ഞാൻ ഓടിപ്പോയി അയാളെ പിടിച്ച ആൾക്ക് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. വെയിൽ കൊണ്ട് തളർന്നിട്ടേ, അത്രയും വെയിലാണ്. ദേവിയുടെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഉള്ള തിരക്കാണ്. ചോറ് നമ്മുടെ വീട്ടിലില്ലാത്തൊന്നുമല്ല, പക്ഷേ എന്താ ഒരു തിരക്ക്. ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ താറാട്ട് ഇന്നത്തോടുകൂടി സമാപിച്ചു കേട്ടോ. ഇനി വൈകുന്നേരത്ത് എന്തൊക്കെയോ ചെറിയ പരിപാടികളുണ്ടാവണം, പക്ഷെ വൈകുന്നേരം ഒന്നും ഞാൻ പോകുന്നില്ല. ഇനി എനിക്ക് നല്ല വയ്യാണ്ടായി, നല്ല വെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ ആറാട്ടുകുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കണ പരിപാടി ഉണ്ട് കേട്ടോ. ഓരോ സംഘങ്ങൾ, അതായത് ഓരോരോ യൂണിയൻകാർ, പിന്നെ ഓരോ ക്ലബ്ബുകാർ, അങ്ങനെയൊക്കെ ആയിട്ട് മോരും വെള്ളം, തണ്ണിമത്തൻ, പിന്നെന്താ മുന്തിരി, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു എന്താ വെച്ചാൽ ആറാട്ടുകുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചാൽ വരിക, നല്ല വെയിലും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ മോരും വെള്ളം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കോടും ഭയങ്കര തിരക്ക്. ആറാട്ടുകുളിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, കാണാൻ പോകാനൊന്നും പറ്റില്ല, നല്ല തിരക്കാണ്. ഉള്ളിൽ കയറി തൊഴാനും കൂടെ പറ്റിയില്ല. ഉള്ളിൽ കയറി, പക്ഷേ ദേവീനെയും കണ്ടില്ല, കണ്ണനെയും കണ്ടില്ല, ആരെയും കണ്ടില്ല, നല്ല തിരക്കാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ദേവീനെ കുളിപ്പിക്കണ ഇതാണ് ആറാട്ടുകുളി. ഞാൻ ഇതുവരെ ഡയറക്റ്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ വീഡിയോസിലൂടെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളൂ കേട്ടോ. കാരണം അവിടെ നല്ല തിരക്കാണ്, കയറി കാണാൻ പറ്റില്ല. ഈ പിള്ളേരെ വെച്ചിട്ടൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തിക്കിത്തിരക്കി കയറി കാണാൻ പറ്റില്ല, പക്ഷേ ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ അത്. ആറാട്ട് ദേവീനെ കുളിപ്പിക്കണതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാവരും
കുടുംബശ്രീയുടെ സ്റ്റാഫുകളുടെ വകയും വെള്ളം കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മുന്തിരി ജ്യൂസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വീട്ടിലുണ്ടാക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം മുതലാണ് കൊടുത്തു തുടങ്ങിയത്. കഴിഞ്ഞ വർഷം തണ്ണിമത്തൻ ജ്യൂസായിരുന്നു, ഈ വർഷം മുന്തിരി ജ്യൂസാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ദാഹിച്ച് വരുന്നവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ, ഒരു പുണ്യപ്രവൃത്തിയാണല്ലോ അത്. പിന്നെ ആ സമയത്തുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച് വരുന്നൊരു സമയം. കാരണം അത്രയും വെയിലല്ലേ. അപ്പോൾ അവർ വീട്ടിലുണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊടുക്കണതായിട്ടോ. നമ്മൾ അത് കുടിച്ചിട്ട് ദാഹം മാറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അപ്പോൾ സ്റ്റാഫുകളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് അവരൊക്കെ എല്ലാവരും കൂടി ക്യാഷ് കുറച്ച് പൈസ ഇങ്ങനെ പിരിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വന്ന് ഒരുപാട് വെള്ളങ്ങൾ കൊടുക്കലുണ്ട് കേട്ടോ. ഇവർ മാത്രമല്ല, വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.